രാജ്യസഭയിലെത്തിയപ്പോൾ രാജ്യസഭാ മെമ്പറായി സ്ഥാനമേറ്റത് തന്നെ ദേശീയ തലത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ശ്രദ്ധ ആകർഷിച്ച ഒന്നാണ്. ഇത്തരത്തിലൊരു പ്രവൃത്തി, അതായത് കൃത്രിമക്കാൽ രാജ്യസഭയിലേക്ക് കൊണ്ടുവരിക, ഇതുവരെ ചരിത്രത്തിലില്ലാത്ത വിധം ഈ കാല് അവിടെ പ്രദർശിപ്പിക്കുക, അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് പ്രസംഗിക്കുക, ഗണഗീതം പാടുക, ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ലക്ഷ്യം എന്തായിരുന്നു? ഈ കോൺഗ്രസ് CPM-ൻ്റെ അക്രമ രാഷ്ട്രീയം ദേശീയ തലത്തിൽ എത്തിക്കുക എന്ന ഒരു ലക്ഷ്യം ഇതിന് പിന്നിലുണ്ടായിരുന്നോ? ഇതില് ഞാൻ CPM അക്രമത്തിന് ഇരയായ ഒരാളാണ് എന്നുള്ള നിലയ്ക്ക് രാജ്യസഭാംഗമായി നോമിനേറ്റ് ചെയ്യപ്പെട്ട സമയത്ത് തന്നെ മാധ്യമ പ്രവർത്തകരും മറ്റാളുകളും ഒക്കെ എന്നെ സമീപിച്ച് ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു. അക്രമ രാഷ്ട്രീയത്തിന്റെ കേരളത്തിൽ നടക്കുന്ന CPM അക്രമത്തിന്റെ കാര്യങ്ങൾ ദേശീയ തലത്തിൽ ചർച്ചയാക്കാനാണോ ഇങ്ങനെയൊരു നോമിനേഷൻ എന്ന് ചോദിച്ചിരുന്നു. ഞാൻ അന്ന് പറഞ്ഞ മറുപടി ഒരിക്കലുമല്ല. ദേശീയ തലത്തിൽ CPM-ന്റെ അക്രമ രാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഞങ്ങളുടെ തന്നെ പ്രവർത്തനത്തിന്റെ ഫലമായി, ക്യാമ്പയിനിങ്ങിന്റെ ഫലമായിട്ട്. അപ്പൊ ഈ നോമിനേഷൻ എന്ന് പറയുന്നത് ആരാധ്യനായ നമ്മുടെ പ്രധാനമന്ത്രി മോദിജി മുന്നോട്ട് വയ്ക്കുന്ന വികസിത ഭാരതം എന്ന സങ്കല്പത്തിലേക്ക് മുഴുവൻ ജനങ്ങളെയും കൈപിടിച്ചുയർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക, അതിന്റെ ഭാഗമായി കേരളത്തിൽ നിന്ന് MP ആയി നോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു സന്ദേശം. പക്ഷെ സ്വാഭാവികമാണ്, എനിക്ക് നേരെ ഉണ്ടായ അക്രമം വ്യാപകമായി ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞത്, ഇത് വലിയ തോതിൽ പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി എടുത്തുകൊണ്ടുവന്ന് ചർച്ച നടത്തി വീണ്ടും നമ്മുടെ സമാധാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രദേശങ്ങൾ, നമ്മുടെ നാട്, നമ്മുടെ സംസ്ഥാനം. അപ്പൊ അതിന് ഭംഗം വരുത്തുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകരുത് എന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഞാനത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ രാജ്യസഭയിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം നടന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ കാഴ്ചപ്പാടിന് അനുഗുണമായി തന്നെയാണ് ആ പ്രവൃത്തി ചെയ്തത്. ഞാൻ എൻ്റെ പാർട്ടിയുടെ ദേശീയ നേതൃത്വവുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പാർലമെന്റിൽ, പ്രത്യേകിച്ച് രാജ്യസഭയിലൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച്, NDAയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് വിമർശിക്കുന്ന കൂട്ടത്തിൽ തികച്ചും ഏകപക്ഷീയമായി നിങ്ങൾ ഫാസിസ്റ്റുകളാണ്, നിങ്ങൾ അക്രമകാരികളാണ്, നിങ്ങൾ ജനാധിപത്യ വിരുദ്ധരാണ് എന്നൊക്കെയുള്ള പല്ലവി നിരന്തരമായി രാജ്യസഭയിൽ ഞാൻ വന്നതിന് ശേഷം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറയുന്നത് ആരാണ്? എപ്പോഴും ജനാധിപത്യ മൂല്യങ്ങളെ ഹനിച്ചുകൊണ്ട്, സ്വാതന്ത്ര്യ ബോധത്തിന് മേലെ കരിനിഴൽ പടർത്തിക്കൊണ്ട്, ഏകപക്ഷീയമായ സംഘടനാ പ്രവർത്തനം അനുവദിക്കില്ല എന്നുള്ള അവരുടെ നിലപാട് മുറുകെ പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് ജനാധിപത്യത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഒക്കെ പ്രസംഗിക്കുന്നത്. അവരുടെ ഇരട്ടത്താപ്പ് ലോകത്തിന് മുമ്പിൽ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇതുപോലെ അനേകം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ആളുകൾ പരിക്കേൽക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് കുട്ടികൾ അനാഥരാകുന്നത്, സഹോദരിമാർ വിധവകളാകുന്നത്, അമ്മമാർക്ക് മക്കൾ നഷ്ടപ്പെടുന്നത്? ഈ സാഹചര്യം എല്ലാം സൃഷ്ടിച്ചവരാണ് ജനാധിപത്യത്തെക്കുറിച്ച് വലിയ വായിൽ വർത്തമാനം പറയുന്നത്. അപ്പൊ ഇവരുടെ യഥാർത്ഥ മുഖം എന്ത് എന്ന് ലോകത്തെ കാണിക്കേണ്ടതുണ്ട്. ഒന്ന്. രണ്ട്, ഇത്തരം പ്രവർത്തികൾ ഇനി നമ്മുടെ നാട്ടിൽ അരുത് എന്ന ആത്മാർത്ഥമായൊരു ആഗ്രഹം എനിക്ക് വ്യക്തിപരമായും എൻ്റെ പ്രസ്ഥാനത്തിനുമുണ്ട്. പ്രസ്ഥാനത്തിന്റെ വീക്ഷണമാണ് എന്നിലൂടെ പുറത്തേക്ക് വരുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ ആക്രമിക്കപ്പെടുന്ന, രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ ആക്രമിക്കപ്പെടുകയും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഇനി ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ അതിന്റെ യഥാർത്ഥ പ്രയോക്താക്കളായിട്ടുള്ള CPIM-ന്റെ പ്രവർത്തകരിലും നേതാക്കളിലുമൊക്കെ ഒരു സാമൂഹ്യ സമ്മർദ്ദം രൂപപ്പെടേണ്ടതുണ്ട്. അക്രമ രാഷ്ട്രീയം അരുത് എന്നുള്ളത്. ആ നിലയിലേക്ക് അവരുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ആവിഷ്കാരം വേണം എന്ന ചിന്തയും കൂടിയാണ് രാജ്യസഭയിൽ ഞാൻ അങ്ങനെ പ്രവർത്തിച്ചത്. അതുകൊണ്ടാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.